അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവിലും തീയിലും എന്നവിടെ രണ്ട് പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാക്യം പറയുന്നത് യഥാർത്ഥത്തിൽ തിയോളജിയന്മാർ പറയുന്നത് ഇത് ന്യായവിധിയെ കുറിച്ച് പറയുന്നതാണെന്നാണ്. കാരണം തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുക എന്ന് പറയുന്നത് ന്യായവിധിയായിട്ടാണ് തിയോളജിയന്മാർ പഠിപ്പിക്കുന്നത്. ഇവിടെ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു വിധത്തിൽ ന്യായവിധിയെ കുറിച്ച് തന്നെയാണ്. 12ാമത്തെ വാക്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അവിടെ യേശു കർത്താവിന്റെ കയ്യിൽ വീശുമുറമുണ്ട്. ആ വീശുമുറം കൊണ്ട് പതിരിനെയും ഗോതമ്പിനെയും ദൈവം വേർതിരിക്കുക. യേശു കർത്താവ് വേർതിരിക്കുക. ഈ ഗോതമ്പ് ആരാണെന്ന് അറിയാമോ? ആരാ? ഹൂ ഇസ് ദാറ്റ്? നമ്മളാ. അപ്പൊ ആരാ പതിര്? പതിരെന്ന് പറയുന്നത് ദൈവത്തിന് വിരോധമായി ജീവിക്കുന്നവൻ. യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടും സത്യമെന്തെന്ന് മനസ്സിലാക്കിയിട്ടും വീണ്ടും പാപത്തെ ചെയ്ത് ജീവിക്കുന്നവനാണ് പതിര്. ഈ വചനത്തിനകത്ത് പറയുന്ന തീയിലിട്ട് ചുട്ട് കളയ്ക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ യേശു കർത്താവിനാൽ ന്യായം വിധി വെളിപ്പെടുന്നത് ഗോതമ്പ് മണികൾക്കല്ല, പകരം പതിരിനാണെന്നുള്ള കാര്യം തിരിച്ചറിയണം. അപ്പൊ നമ്മുടെ പ്രത്യേകത എന്താ? നമുക്ക് ന്യായവിധി ഉണ്ടോ? ദൈവത്തിന്റെ വചനം പറയുക, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവിനോട് സമാധാനമുണ്ട്. പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി എന്ന് വെച്ചാൽ എന്റെ മരണ ശിക്ഷാവിധി മാറിപ്പോയി. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ കരമൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. നമ്മുടെ ന്യായവിധി മാറിപ്പോയെങ്കിൽ നമ്മളെ സ്നാനം കഴിപ്പിക്കുന്നത് ന്യായവിധിക്ക് വേണ്ടിയല്ല, പകരം ശക്തിക്ക് വേണ്ടിയാണ്. നമ്മളെല്ലാം പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെട്ടവരാണ്. ഈ തീയുടെ ഗ്രീക്ക് പദത്തിൽ നിന്നുള്ള ട്രാൻസ്ലേഷൻ പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധി എന്ന. ആമേൻ. എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൽ എന്റെ മേൽ ഉണ്ടായിരുന്ന അശുദ്ധിയെ കഴുകിക്കളഞ്ഞ് വിശുദ്ധിയിലാണ് എന്നെ സ്നാനപ്പെടുത്തിയിരിക്കുന്നത്. ആ പദം ഇങ്ങനെ പിറോസ് എന്ന പദമാണ്. പിറോസ്. ഈ പിറോസിനകത്താണ് ആമേൻ ഈ അന്ത്യനാഴികയിൽ ഇറങ്ങി വന്ന, അല്ലെങ്കിൽ ഈ 1-ാം നൂറ്റാണ്ടിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. ഈ പിറോസ് ആണ് അവിടെ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ശക്തി. അതുകൊണ്ട് അവിടെ പറയുന്ന പരിശുദ്ധാത്മാവ് പിളർന്നിരിക്കുന്ന അഗ്നിജ്വാല പോലെ ജനത്തിന്റെ മേൽ പതിഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് അഗ്നിജ്വാലക്കൊത്തതാണ്. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഉണ്ടെന്നതിന് അർത്ഥം നിങ്ങളുടെ മേൽ സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങി നിൽക്കുന്നെന്നാണ്. എത്ര പേർക്ക് ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ട്? കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ.